എന്റെ ഉറക്കം കളഞ്ഞിട്ട് പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഞാനെങ്ങനെ ഉറക്കം കളഞ്ഞു? സ്വപ്നങ്ങൾ ഒരുപാട് കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ കണ്ടു തീർക്കാൻ. ഞാനങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടു തീർത്തുകൊണ്ടിരിക്കുക. താനെന്താ ഉറങ്ങാതിരുന്നേ? ഏൽപ്പിച്ച സ്വപ്നങ്ങളുടെ ബാക്കി എന്റെ കയ്യിലും ഉണ്ടല്ലോ. അത് നോക്കി തീർക്കണ്ടേ? വിളിച്ചാലോ എന്ന് ഞാനും കരുതിയതാ. പിന്നെ ആന്റിയോ മറ്റോ അടുത്തുണ്ടെങ്കിൽ അത് മോശമല്ലേ എന്ന് കരുതി. ഇനിയിപ്പം ആരും എടുത്തുണ്ടെങ്കിൽ എന്താ? എല്ലാവരും കൂടി ലൈസൻസ് തന്നല്ലോ. നാളെ അതിരാവിലെ തന്നെ ഇറങ്ങുകയല്ലേ? ആ, ഇറങ്ങാം. വായനശാലയിലെ സ്വീകരണത്തിന് പോകുന്നതിന് മുമ്പ് എല്ലായിടത്തും ഒന്ന് പോകണം. എല്ലാവരും ഒന്ന് കാണണം. എനിക്കുണ്ട് കുറച്ച് ആളുകളെ കാണാൻ. ആ പിന്നെ ഹരിയുടെ പഴയ വീടല്ലേ, അവിടെ ഇപ്പം ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? അറിയില്ല. അവിടെ വരെ ഒന്ന് പോണം കേട്ടോ. മുത്തശ്ശി കാണാൻ ഒരിക്കൽ ഞാനവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഹരി അന്വേഷിച്ചും വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ചവിടെ പോണം. കൊണ്ടുപോകാം. പിന്നെന്തെങ്കിലും ഉണ്ടോ? പിന്നെ നാളെ എല്ലാവരുടെയും മുന്നിൽ ഹരി തല ഉയർത്തി നിൽക്കുന്ന ആ ഒരു നിമിഷം അതെനിക്ക് കാണണം. നാട്ടിലേക്കൊരു തിരിച്ചു പോക്കിനെ കുറിച്ച് ഞാനും ഇടയ്ക്ക് ചിന്തിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ആട്ടിപ്പായിച്ചവരുടെ അടുത്ത് അവരാദരിക്കുന്ന ഒരാളായിട്ട് കയറി ചെല്ലുക എന്ന് പറയുന്നത് അതൊരു മധുരപ്രതികാരം തന്നെയല്ലേ? എന്റെ പ്രിയപ്പെട്ടവൻ ആ പ്രതികാരം നടത്തിക്കോട്ടെ എന്ന് കരുതി തന്നെയാ ഞാനിതൊക്കെ അറേഞ്ച് ചെയ്തത്.